തഹവൂർ റാണയുടെ അറസ്റ്റിനു പിന്നാലെ പ്രതികരിച്ചപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് വന്നിരിക്കുകയാണ്. തഹവൂർ റാണയുടെ നാടുകടത്തലിലൂടെ തന്നെ പാകിസ്ഥാൻ തുറന്നു കാട്ടപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. എത്ര ശ്രമിച്ചാലും ഭീകരതയുടെ മുഖം മാറ്റാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നതും. എന്നാൽ പാകിസ്ഥാൻ ആകട്ടെ ഇത് നിഷേധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ഇന്ത്യ രംഗത്ത് വന്നിരിക്കുന്നതും. അയൽ രാജ്യം എത്ര ശ്രമിച്ചാലും ആഗോള ഭീകരതയുടെ കേന്ദ്രമെന്ന നിലയിൽ അതിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ കഴിയില്ല എന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവായ രൺധീർ ജയ്സ്വാൾ ആണ് വ്യക്തമാക്കിയിരിക്കുന്നതും. തഹവൂർ റാണയുടെ നാടുകടത്തൽ ഇതിന്റെ ഏറ്റവും പുതിയൊരു ഉദാഹരണമാണ്. ഈ സാഹചര്യത്തിൽ മുംബൈ ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായ മറ്റുള്ളവരെ പാകിസ്ഥാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഇത് തെളിയിക്കണമെന്നുമാണ് രൺധീർ ജയ്സ്വാൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതും. കാശ്മീരിനെ കുറിച്ചുള്ള പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ ആസിം മുനീറിന്റെ പ്രസ്താവനയ്ക്കും അദ്ദേഹം മറുപടി നൽകുകയും ചെയ്തു. ഇന്ത്യൻ പ്രദേശം എങ്ങനെയാണ് പാകിസ്ഥാന്റെ ജീവരക്തമാകുന്നത് എന്നതാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. കാശ്മീർ ഇന്ത്യയുടെ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യൻ പ്രദേശം ഒഴിയണമെന്ന ഒരേ ഒരു പ്രശ്നം മാത്രമാണ് ഇരു രാജ്യങ്ങൾക്കിടയിലുമുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം തന്റെ രാജ്യത്തിന് ഒരിക്കലും കാശ്മീരിനെ ഉപേക്ഷിക്കാൻ കഴിയില്ല എന്നാണ് പാകിസ്ഥാൻ കരസേനാ മേധാവി അടുത്തിടെ പറഞ്ഞതും. നമ്മുടെ നിലനിൽപ്പിന്റെ ഒരു പ്രധാന ഭാഗമാണ് കാശ്മീർ എന്നതായിരുന്നു മുൻ പാക് സൈനിക മേധാവിയുടെ വാദം. അതേസമയം ഇതെല്ലാം നിലനിൽക്കെ തന്നെ കഴിഞ്ഞ 2 ദിവസത്തിന് മുൻപാണ് തഹവൂർ റാണയെ ഇന്ത്യയിൽ എത്തിച്ചത്. എന്നാൽ ഇതുവരെയും അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം തൃശൂർ കളക്ട്രേറ്റിൽ ബോംബ് ഭീഷണി ഉണ്ടായതും അത് തഹവൂർ റാണയുടെ ഇമെയിൽ ഐഡിയിൽ വന്നതാണ് എന്നതായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. മുംബൈ ആക്രമണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടയിൽ ശേഖരിച്ച വിവിധ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു പാകിസ്ഥാൻ വംശജനും കനേഡിയൻ പൗരനുമായ റാണയെ ചോദ്യം ചെയ്തതും. മറ്റൊരു സൂത്രധാരനായ ഡേവിഡ് കോൾമാൻ നിരന്തരം ഇയാൾ ബന്ധപ്പെട്ടിട്ടുള്ളതായും തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നായിരുന്നു അന്വേഷണ ഏജൻസി വ്യക്തമാക്കിയതും. 2008 ആക്രമണത്തിന് മുന്നോടിയായി തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇയാൾ യാത്ര ചെയ്തതായിട്ടുള്ള തെളിവുകളും ലഭിച്ചിരുന്നു. കൊച്ചിയിൽ റാണ പലവട്ടം വന്നതായും മുൻ DGPയും ദേശീയ അന്വേഷണ ഏജൻസിയുടെ തീവ്രവാദത്തിന്റെ സാമ്പത്തിക ഉറവിടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക സെല്ലിന്റെ തലവനായിരുന്ന ലോക്നാഥ് ബെഹ്റ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. 2019 FBI അറസ്റ്റിലായ റാണ ലോസ് ഏഞ്ചൽസിലെ ജയിലിലാണ് കഴിഞ്ഞിരുന്നത്. ഇന്ത്യക്ക് കൈമാറരുത് എന്ന റാണയുടെ ഹർജി US സുപ്രീം കോടതി തള്ളുകയാണ് ചെയ്തതും. ഈ വർഷം ഫെബ്രുവരി മാസത്തിലാണ് റാണയെ ഇന്ത്യക്ക് കൈമാറാനുള്ള ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചതും. റാണയെ ഇന്ത്യയിലെത്തിക്കാൻ വിവിധ ഏജൻസികളടങ്ങുന്ന സംഘം അമേരിക്കയിലേക്ക് പോയിരുന്നു. 2008 നവംബർ 26-ന് 166 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിൽ ഇന്ത്യ തേടുന്ന കുറ്റവാളിയായിരുന്നു തഹവൂർ ഹുസൈൻ റാണ. പാക് ഭീകര സംഘടനയ്ക്ക് വേണ്ടി മുംബൈയിൽ ഭീകരാക്രമണം നടത്താൻ സുഹൃത്തും US പൗരനുമായ ഡേവിഡ് കോൾമാൻ ഗൂഢാലോചന നടത്തിയെന്നതായിരുന്നു റാണ ഇന്ത്യയിൽ നിയമ നടപടി നേരിടാനുള്ള പ്രധാന കാരണം. ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയ്ക്ക് സഹായം നൽകിയ കേസിൽ 2011 US കോടതി ഇയാളെ ശിക്ഷിച്ചിരുന്നു. അതായത് 2008 മുംബൈ ആക്രമണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചത് റാണയായിരുന്നു എന്നത് ഇന്ത്യ കണ്ടെത്തുകയായിരുന്നു. മുംബൈ ആക്രമണത്തിൽ പദ്ധതിയിട്ട സമയം റാണ ഇന്ത്യയിൽ എത്തുകയും തുടർന്ന് എവിടെയെല്ലാം ആക്രമണം നടത്തണമോ അവിടെയൊക്കെ തന്നെ പ്രത്യേകം മാർക്ക് ചെയ്തതായും എന്നിട്ടാണ് റാണ മടങ്ങിയതും. ഇന്ത്യയിലെ ആ സ്ഥലങ്ങളിലായിരുന്നു പിന്നീട് ആക്രമണം നടന്നതും. ഇത് കണ്ടെത്തിയതോട് കൂടിയിട്ടാണ് കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരം ഇന്ത്യ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് തഹവൂർ റാണയെ ഭാരതത്തിന് കൈമാറുമെന്ന് അമേരിക്ക അറിയിച്ചതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.